Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ലിക്വിഡിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ലിക്വിഡ്സിൽ മാത്രം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു ഉദാഹരണം വെച്ചാൽ പറയാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് നേരെ നമ്മൾ സ്പ്ലാഷ് ചെയ്യുമ്പോൾ ആ വെള്ളത്തുള്ളികളുടെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരും. ആ സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സർഫസ് ടെൻഷനാണ്. ആ ഓരോ ഡ്രോപ്ലെറ്റിന്റെയും സർഫസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ടെൻസൈൽ അട്രാക്റ്റീവ് ഫോഴ്സ്, ആ ഫോഴ്സ് കാരണം ഒരു മിനിമം സർഫസ് ഏരിയയിൽ തുടരുവാനുള്ള ആ ലിക്വിഡിന്റെ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ അതിന്റെ ഒരു ഫിനോമിന നമുക്ക് ഈ ഒരു 3 എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ 3 മോളിക്യൂൾസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മുടെ ആ ഒരു ഫ്രീ ലിക്വിഡ് സർഫസിൽ നിന്നും വളരെ അകന്നു നിൽക്കുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളാണ്, മോളിക്യൂളാണ്. ഇനി ബി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്രീ സർഫസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മോളിക്യൂളാണ്. ഇനി സി എന്ന് പറയുന്ന മോളിക്യൂൾ ആ ഫ്രീ സർഫസിലുള്ള ഒരു മോളിക്യൂളാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എ എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്ന് ആ സറൗണ്ടിങ് എല്ലാ മോളിക്യൂൾസും ആ ഒരു എനെ ഈക്വലി അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ എല്ലാ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺവേർഡ് ഒരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് അപ്വേർഡ് ഉണ്ടാവും. ലെഫ്റ്റിലേക്ക് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഫോഴ്സ് റൈറ്റിലേക്ക് ഉണ്ടാവും. ഈ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇവിടേക്ക് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ആ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്രീ സർഫസിൽ നിന്നും താഴേക്ക് കുറെ ദൂരെയുള്ള ഒരു മോളിക്യൂൾസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ സൈഡിലേക്കും ഈക്വൽ ഫോഴ്സ് ആണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് ബിയിലേക്ക് വരുമ്പോൾ ബി എന്ന് പറഞ്ഞ മോളിക്യൂൾ നമ്മുടെ ആ ഫ്രീ സർഫസിന് തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എല്ലാം ഈക്വൽ ഫോഴ്സ് ആണ്. പക്ഷെ ഈ ടോപ്പിലേക്കും അതുപോലെ ബോട്ടമിലേക്കും നമ്മുടെ ഈ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ഇവിടെ ശരിക്കും കൂടുതൽ വരിക. ഇവിടെ മുകളിൽ ഇവിടെ ഒന്നും മോളിക്യൂൾസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ എഫക്ട് എന്ന് പറയുന്നത് നമുക്ക് മുകളിലേക്ക് ഒരു ചെറിയ ഫോഴ്സ്, താഴേക്ക് അതിനേക്കാളും വലിയൊരു ഫോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക, അവിടെ ആ രണ്ടും കൂടി നമ്മൾ സമപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും നെറ്റ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഡൗൺവേർഡ് ഫോഴ്സ് ആണ് അവിടെ പ്രീഡോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബി എന്ന് പറയുന്ന പാർട്ടികൾ നേരെ താഴേക്ക് ഒരു വലിവാണ് അതിനെ നമുക്കുണ്ടാവുക. ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ആ ബിയിൽ ആക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ മോളിക്യൂൾ ആ സി നമ്മുടെ ഫ്രീ സർഫസിലുള്ള മോളിക്യൂളാണ്. അപ്പോൾ ഫ്രീ സർഫസിലുള്ള മോളിക്യൂൾസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ നോക്കുക, നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം, നമുക്കിവിടെ ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്വേർഡ് ഫോഴ്സ് ഇവിടെ ഒന്നും മോളിക്യൂൾസ് ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺവേർഡ് ഒരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ആണ് എല്ലാ ഫ്രീ സർഫസിലുള്ള ലിക്വിഡ്സിലും മോളിക്യൂൾസിലും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ എഫക്ട് എന്ന് പറയുന്നത് ഈ സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസും തമ്മിലൊരു എല്ലാ മോളിക്യൂൾസും എന്താണ് നമുക്കൊരു ഡൗൺവേർഡ് ഫോഴ്സ് അവിടെ നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സിന്റെ ആ ഒരു എഫക്ട് അവിടെ വരും. അപ്പോൾ സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസിലും ഈ ഒരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം സർഫസ് ഏരിയയിലേക്ക് നമ്മൾ അതിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വാട്ടർ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ സ്പ്ലാഷ് ചെയ്യുമ്പോൾ ആ വെള്ളത്തുള്ളി അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്സ് ഒക്കെ ഇതിലേക്ക് വരുന്നത്, ആ സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരുന്നതിന്റെ കാരണം അതാണ്. അവിടെ ഒരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ടാവും. അതായത് ഏറ്റവും മിനിമം സർഫസ് ഏരിയയിൽ തുടരുവാനുള്ള നമ്മുടെ ലിക്വിഡിന്റെ ടെൻഡൻസി, അതിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫ്ലൂയിഡ്, ഈ സർഫസിലുള്ള എല്ലാ ഫ്ലൂയിഡ് പാർട്ടികൾ തമ്മിലുള്ള ആ ഒരു ടെൻസൈൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർഫസ് ടെൻഷൻ നമുക്ക് നമ്മുടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുമ്പോൾ 3 കേസിൽ നമുക്ക് സർഫസ് ടെൻഷൻ നോക്കാറുണ്ട്. ഒന്നാമത്തെ കേസ് ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ്. ഒന്നാമത്തെ കേസ് ലിക്വിഡ് ഡ്രോപ്ലെറ്റിന്റെ കേസാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സോപ്പ് ബബിൾ ഇല്ലെങ്കിൽ ഹോളോ ബബിൾ. സോപ്പ് ബബിൾ ഇല്ലെങ്കിൽ ഹോളോ ബബിൾ ആണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ജെറ്റ്. ഇവിടെ ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ കേസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റിന്റെ കേസാണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ് നമ്മൾ ഇതേപോലെ ഒരു സ്പെറിക്കൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് നമ്മൾ അസ്യൂം ചെയ്യുക. ഈ സ്പെറിക്കൽ ഡ്രോപ്ലെറ്റ് ഞാൻ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യണം.
രണ്ട് ഈക്വൽ ഹാർട്സ് അവർ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. ഒന്ന് ലെഫ്റ്റ് ഹാഫും ഒന്ന് റൈറ്റ് ഹാഫും എനിക്ക് കിട്ടും. ഞാൻ ഇവിടുത്തെ ഈ ലെഫ്റ്റ് ഹാഫ് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് ഞാൻ കട്ട് ചെയ്ത പോയിന്റ് ഇവിടെ ഇതാണ് നമുക്ക് അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഈ സർക്കംഫറൻസിൽ നമുക്ക് ഏത് ഫോഴ്സ് ഉണ്ടാവും? ടെൻസൈൽ ഫോഴ്സ് നമുക്ക് ഇവിടെ ആക്കിയെന്നുണ്ടാവും. ഏത് സർഫസിന്റെ നമുക്ക് ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഓവറോൾ സർക്കംഫറൻസിലാണ് നമുക്ക് ആ ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവുക. കാര്യം അതിന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എടുക്കാൻ നേരം നമുക്ക് അതിന് നേരെ ഇവിടേക്ക് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഇത് വരിക. നമ്മൾ ഏതെങ്കിലും ഒരു ഹാഫ് എടുക്കുക. ഇനി ആ ഒരു ഹാഫിനകത്ത് നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ വീണ്ടും ഇവിടെ ഒരു ലെഫ്റ്റ് ഹാഫ് വരച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു സർക്കുലർ പാർട്ടിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് നോക്കുക. പ്രഷർ ഫോഴ്സ് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു സർഫസിന് നോർമൽ, ഇപ്പൊ ബോർഡ് ഇതാണെങ്കിൽ ബോർഡിന് നോർമൽ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്കിയ ഫോഴ്സിനാണ് നമ്മൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് കൂടി നമ്മൾ അവിടെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോപ്ലെറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാഫ് നമ്മൾ എടുത്താൽ ഈ ലെഫ്റ്റ് ഹാഫിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ സർഫസ് ടെൻഷൻ. ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് സർഫസ് ടെൻഷൻ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഒരു സർക്കംഫറൻസിലാണ് നമ്മുടെ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ സർഫസ് ടെൻഷൻ. നമ്മുടെ സർഫസ് ടെൻഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ സിഗ്മ വെച്ചിട്ടാണ്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് വരുന്നത്. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതിന് നമ്മൾ അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ സെയിം ആയിട്ട് വരുന്നത്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിന്റെ SI യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ MKS യൂണിറ്റ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് KGF പെർ മീറ്റർ ആണ് അതിന്റെ MKS യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സർഫസ് ടെൻഷനെ മാർക്ക് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റ് ഹാഫിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ ഈ ഒരു ലെഫ്റ്റ് ഹാഫിൽ ആക്ട് ചെയ്യും. ഒന്ന് സർഫസ് ടെൻഷൻ ഫോഴ്സും രണ്ടാമത് പ്രഷർ ഫോഴ്സും. അപ്പോൾ ഞാൻ ആദ്യത്തത് സർഫസ് ടെൻഷൻ ഫോഴ്സ് എടുക്കുകയാണ്. സർഫസ് ടെൻഷൻ ഫോഴ്സ് സിഗ്മ അത് എത്ര ഡിസ്റ്റൻസിലാണ് അത് ആക്ട് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? നമുക്ക് ഞാൻ ഈ ഒരു ഡ്രോപ്ലെറ്റിനെ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ സർഫസിന്റെ ആ ഒരു എൻഡ് കിട്ടി. ആ സർഫസിന്റെ എൻഡിൽ മാത്രം റൗണ്ടിലാണ് എന്താ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു സിഗ്മ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഓവറോൾ സർക്കംഫറൻസിലാണ് നമ്മുടെ സിഗ്മ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സിഗ്മ ഇൻറ്റു സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി അല്ലെങ്കിൽ 2πr ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സർഫസിന് നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കുലർ സർഫസ് ഉണ്ട്. ഈ സർക്കുലർ സർഫസിന് നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന അപ്പോൾ നമുക്ക് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P ഇസ് ഈക്വൽ ടു പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ നമുക്കറിയാൻ പറ്റും. നമുക്ക് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആണ് നമുക്ക് ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ P ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ π/4 d². സർക്കുലർ പാർട്ടിന്റെ ഏരിയ എന്ന π/4 d² ആണ് ഇതിന്റെ ഏരിയ വരിക. ഓക്കെ, ഇത് നമുക്ക് ഈ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ രണ്ട് ഫോഴ്സും ഈ ഒരു സർഫസ് ടെൻസൈൽ ഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ P എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നോക്കാം. ഓക്കെ, ഈ P എന്ന് പറയുന്നത് നമ്മൾ ഇനി ഒരു കാര്യം കൂടെ അവിടെ ആലോചിച്ച് വെക്കണം. നമ്മളിവിടെ ഈ ഡെറിവേഷനകത്ത് P അല്ല ശരിക്കും നമ്മൾ എടുക്കുക. നമ്മളിവിടെ എടുക്കുന്നത് ΔP ആണ്. കാര്യം നമ്മൾ ഈ ഒരു ഡ്രോപ്ലെറ്റിന് അകത്തുള്ള പ്രഷറിനെ ഞാൻ PI എന്നും ഈ ഡ്രോപ്ലെറ്റ് പുറത്തുള്ള പ്രഷറിനെ ഞാൻ PO എന്നും P ഔട്ട്സൈഡ് എന്നും ഇതിന് ഞാൻ P ഇൻസൈഡ് എന്നും മാർക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഇപ്പൊ ഈ ΔP എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇതാണ് ഈ അകത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും അതുപോലെ അകത്ത് ഈ ഡ്രോപ്ലെറ്റിന് അകത്തുള്ള പ്രഷർ ഡെൻസിറ്റി നമ്മുടെ ഡിഫറൻസ് അതിനാണ് നമ്മൾ ΔP എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ΔP എന്ന് പറയുന്നതാണ് എന്താണ്? PI മൈനസ് PO. ഇവിടെ എപ്പോഴും കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോപ്ലെറ്റിന് അകത്തുള്ള പ്രഷറാണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. ഈ ഡ്രോപ്ലെറ്റിന് പുറത്തുള്ള പ്രഷർ PO എന്ന് പറയുന്നത് മോസ്റ്റ് എപ്പോഴും എല്ലാ കേസിലും നമുക്കത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പിയുടെ ഡെഫിനേഷൻ തന്നെ പറയുന്നതാണ്. നമ്മുടെ ഇക്വേഷൻ നമ്മൾ P ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ ആണ് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ ഡ്രോപ്ലെറ്റ് ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് നമ്മൾ ഈ Pക്ക് പറയുന്നത്.
ഇനി അതേപോലെ തന്നെ ഈ പിയുടെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്ലെറ്റ് ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ പി എന്നാണ് നമ്മളിവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഈക്വേഷനിൽ ഈ പി മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ പി, വേർ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് പി ഒ, പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡ്. ദാറ്റ് ഈസ് ഇൻസൈഡ് നമ്മുടെ ആ ഒരു ഡ്രോപ്ലെറ്റിന്റെ അകത്തുള്ള ഇൻസൈഡ് ഉള്ള പ്രഷർ ഇന്റൻസിറ്റി മൈനസ് ഡ്രോപ്ലെറ്റിന്റെ പുറത്തുള്ള പ്രഷർ ഇന്റൻസിറ്റി. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ പി നമുക്ക് കിട്ടി. ഇനി ഡെൽറ്റ പിയുടെ വാല്യൂ നമുക്ക് എന്ത് വരും? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക ഏതൊക്കെയാണ്? ഈ പൈ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും, ഡിയുടെ ഒരെണ്ണം ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4 സിഗ്മ ബൈ ഡി. ഇതാണ് നമ്മുടെ ഡ്രോപ്ലെറ്റിന്റെ കേസിൽ, ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റിന്റെ കേസിൽ ഡെൽറ്റ പി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പി എന്നാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ, ഇവിടെ നമ്മുടെ ഇത് പി ഇസ് ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ പിക്ക് നമുക്ക് വ്യക്തമായ ഡെഫിനേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഈ പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മുടെ എന്താണ്? ഈ ഡ്രോപ്ലെറ്റിന് അകത്തുള്ള പ്രഷർ ഇന്റൻസിറ്റി ഏതിനേക്കാൾ കൂടുതൽ? ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും എത്ര പ്രഷറാണോ നമ്മുടെ ഈ ഒരു ഡ്രോപ്ലെറ്റിന് അകത്തുള്ളത് ആ ഒരു വാല്യൂ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പി എന്ന് പറയുന്നത്, ആ പിയും ഡെൽറ്റ പിയും അപ്പോൾ സെയിം ആണ്. ഞാനിവിടെ ഡെൽറ്റ പി എന്ന് എഴുതിയതാണ് പി ഐ മൈനസ് പി ഒക്കാണ് ഞാൻ ഡെൽറ്റ പി എന്ന് എഴുതിയത്. അപ്പോൾ ഞാനിവിടെ ഒരു 10, ഇതിനകത്തൊരു 10 ബാറാണ്, ഈ പുറത്തൊരു 7 ബാറാണ് പ്രഷറെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 10 മൈനസ് 7 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, അവിടെ ഇപ്പൊ പി എന്ന് പറയുന്നത് നമുക്ക് 10 മൈനസ് 7 3, അത് തന്നെ ആയിരിക്കും ഈ രണ്ട് വാല്യൂ വരിക. ഇനി അടുത്തത് നമുക്ക് സോപ്പ് ബബിളിന്റെ കേസിൽ, ഇല്ലെങ്കിൽ ഹോളോ ബബിളിന്റെ കേസിൽ, രണ്ടാമത്തെ കേസ് നമുക്ക് ഹോളോ ബബിളിന്റെ കേസാണ് വരിക. ഹോളോ ബബിളിന്റെ കേസ് വരുമ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ തന്നെ ചെറിയൊരു മാറ്റം വരുള്ളൂ. ഇവിടെ നമുക്കൊരു ഹോളോ ബബിൾ ആണെങ്കിൽ, ഒരു സോപ്പ് ബബിൾ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ, ഇതിന് ഈ സോപ്പ് ബബിളിന് പുറമേയും നമുക്ക് എന്താണ്? എയർ ഉണ്ടാവും, അതുപോലെ അകത്തും നമുക്ക് എയർ ഉണ്ടാവും. ലിക്വിഡ് ആയിരിക്കില്ല അകത്തുണ്ടാവുക. രണ്ട് സൈഡിലും എയറിന്റെ കോണ്ടാക്ട് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ്? 2 സിഗ്മ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു സിഗ്മ പൈ ഡി എന്ന് നമ്മൾ അവിടെ ചേർക്കുക, ഇസ് ഈക്വൽ ടു ബാക്കിയെല്ലാം ഡെൽറ്റ പി ഇൻറ്റു പൈ ബൈ 4 ഡി സ്ക്വയർ. ബാക്കി ഒന്നിനും മാറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 8 സിഗ്മ ബൈ ഡി എന്ന് നമുക്ക് അവിടെ കിട്ടും. 8 സിഗ്മ ബൈ ഡി ആണ് നമുക്ക് അതിന്റെ ആൻസർ വരിക. ഇനി ലാസ്റ്റത്തെ നമ്മുടെ ലിക്വിഡ് ജെറ്റിന്റെ കേസ്. ലിക്വിഡ് ജെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇതേപോലെ നമുക്കൊരു നോസിൽ നിന്ന് നമ്മൾ ഒരു പൈപ്പിന്റെ ഏറ്റവും എൻഡിൽ നമ്മൾ നോസിൽ പറ്റിയിരുന്ന വിചാരിക്കാം. ഈ നോസിൽ നിന്ന് പുറമേക്ക് വരുന്ന ആ ഒരു ലിക്വിഡിന്റെ ഫോമിനാണ് നമ്മൾ ലിക്വിഡ് ജെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ, ഇതേപോലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ ആ ജെറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ, ഈ ജെറ്റിനെ ഞാൻ ഇതേപോലെ പകുതി ഹാഫ് ആക്കുവാണ്. ജെറ്റിനെ ഞാൻ ഇതേപോലെ പകുതിയാക്കി. അപ്പോൾ നമ്മൾ ഈ ജെറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ക്യാപിറ്റൽ എൽ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഞാൻ സ്മോൾ ലെറ്റർ ഡി എടുത്തു. ഇനി ഇവിടെ നമ്മളിങ്ങനെ 2 കട്ട് ചെയ്ത്, ഈ ജെറ്റ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തത് കൊണ്ട് ഇവിടെ നമുക്ക് സർഫസ് ടെൻഷൻ വരുന്നത് ഈ 2 ലെങ്തിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക? സർഫസ് ടെൻഷൻ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മുടെ സർഫസ് ടെൻസൈൽ ഫോഴ്സ്. ഈ 2 ലെങ്തിൽ മാത്രം നമുക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സർഫസ് ടെൻസൈൽ ഫോഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ കൊണ്ട് 2 ഫോഴ്സുകൾ എക്സ്ട്രാ ഫോഴ്സുകൾ നമ്മൾ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് സിഗ്മ ആണ്. സിഗ്മ എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നു? ഈ ഒരു ലെഫ്റ്റ് ലെങ്തിലും ഈ ഒരു റൈറ്റ് ലെങ്തിലും മാത്രമാണ് നമുക്ക് സിഗ്മ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്റു അതിനാണ് ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ആണ്. ഇവിടെ 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 2L എന്ന് നമുക്ക് എഴുതാം. സിഗ്മ ഇൻറ്റു 2L എന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇവിടുത്തെ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്ടാംഗിൾ പാർട്ടിന് നേരെ, ഇവിടെ ഞാൻ വേറെ ഒരു വരച്ച് കാണിച്ചില്ല, ഈ റെക്ടാംഗിൾ പാർട്ടിന് നേരെ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് ഇവിടുത്തെ പ്രഷർ ഫോഴ്സ് വരിക. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി. അവിടെ പി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ ഓർക്കുക. ഇപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ആ ഒരു ചേഞ്ച് ഇൻ പ്രഷർ ഇന്റൻസിറ്റി ആണ് പറയുക. ഡെൽറ്റ പി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഇൻറ്റു ലെങ്ത് ആണ്. എൽ ഇൻറ്റു പി ആണ് വരിക, സോറി എൽ ഇൻറ്റു ഡി ആണ് വരിക. അപ്പോൾ ഇവിടെയും നമ്മൾ ഡെൽറ്റ പിയുടെ വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വരുന്നത് 2 സിഗ്മ ബൈ ഡി എന്നാണ്. 2 സിഗ്മ ബൈ ഡി എന്നാണ് ഇവിടുത്തെ ഡെൽറ്റ പിയുടെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചോദിക്കാനുള്ളതാണ്
ഒരു ഡ്രോപ്ലെറ്റിന്റെ കേസ് ആണെങ്കിൽ എന്താണ് നമുക്ക് അവിടെ സർഫസ് ടെൻഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഡ്രോപ്ലെറ്റിന്റെ കേസിലുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ പി ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി. ഇനി ഒരു ഹോളോ ബബിളിന്റെ കേസ് ആണെങ്കിൽ ഡെൽറ്റ പി ഈക്വൽ ടു 8 സിഗ്മ ബൈ ഡി. ഒരു ലിക്വിഡ് ജെറ്റിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ പി ഈക്വൽ ടു 2 സിഗ്മ ബൈ ഡി. ഇത്രയുമാണ് നമുക്ക് ഇവിടെ